Dear students, welcome to this video. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബൈനറി സെർച്ച് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ കുറിച്ചാണ്. നമ്മൾ ഇതിന് മുൻപത്തെ വീഡിയോയിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഒരു സെർച്ചിങ് ടെക്നിക്കാണ് ലീനിയർ സെർച്ച് എന്ന് പറയുന്നത്. ഒരു അറയിലത്തെ ഒരു പെർട്ടിക്കുലർ എലമെൻറ്റിനെ ഫൈൻഡ് ചെയ്യുന്ന ഒരു ടെക്നിക്ക് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ദാറ്റ് ഈസ് ലീനിയർ സെർച്ച്. In this video, we are going to discuss about binary search. So, there are two types of search, binary search and linear search. ഈ ബൈനറി സെർച്ചിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അറയിൽ ഇതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ എലമെൻറ്റ് ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യും. ഇഫ് ദാറ്റ് പെർട്ടിക്കുലർ എലമെൻറ്റ് ഇസ് പ്രസൻറ്റ് ഇൻ ദ അറേ ദെൻ വി വിൽ ഗെറ്റ് ദ പൊസിഷൻ ഓഫ് ദാറ്റ് എലമെൻറ്റ്. And if the element is not present in the array, then we will get a message like the element is not present or item is not found, like that. അപ്പോൾ അത്തരത്തിൽ രണ്ട് ഔട്ട്പുട്ട്സ് ആണ് സാധാരണ രീതിയിൽ ബൈനറി സെർച്ചിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. സോ സെർച്ചിങ് എന്താണെന്ന് നമുക്കറിയാം. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ എലമെൻറ്റിനെ കണ്ടുപിടിക്കുന്നതിനെയാണ് നമ്മൾ സെർച്ചിങ് എന്ന് പറയുന്നത്. സോ വി ആർ ഡിസ്കസിങ് സെർച്ചിങ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് അറേ. അപ്പോൾ രണ്ട് ടൈപ്പ് സെർച്ചിങ് ടെക്നിക്സ് ഉണ്ട്, ലീനിയർ സെർച്ചും ബൈനറി സെർച്ചും. ഈ ബൈനറി സെർച്ചിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ബൈനറി സെർച്ച് അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫുൾഫിൽ ചെയ്യേണ്ട ഒരു കണ്ടീഷൻ ഉണ്ട്. ദാറ്റ് ഈസ് ദ അറേ ഷുഡ് ബി ഇൻ സോർട്ടഡ് ഓർഡർ, മസ്റ്റ് ബി ഇൻ സോർട്ടഡ് ഓർഡർ. അതായത് നമുക്ക് തന്നിരിക്കുന്ന അറേ, അതായത് ഏത് എലമെൻ്റ് ആണോ ഒരു അറേയിലുണ്ട് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്, ആ അറേ മസ്റ്റ് ബി ഇൻ സോർട്ടഡ് ഓർഡർ. ഒരു സോർട്ടഡ് ഓർഡറിൽ, ഇപ്പോൾ ആസ് യു ക്യാൻ സീ ഹിയർ ദിസ് അറേ ഇസ് ഇൻ സോർട്ടഡ് ഓർഡർ അല്ലേ. 1, 2, 5, 10 അങ്ങനെ ഒരു അസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്തിട്ടുള്ള ഒരു അറേയാണ് ഇവിടെ തന്നിരിക്കുന്നത്. സോ വി ക്യാൻ ഗോ ഫോർ ബൈനറി സെർച്ച്. അപ്പോൾ അങ്ങനെ ഒരു സോർട്ടഡ് അറേ ആണെങ്കിൽ മാത്രമേ ബൈനറി സെർച്ച് എന്ന് പറയുന്ന ടെക്നിക്ക് നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതാണ് ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്. സോ നമുക്ക് ഈ ഒരു എക്സാമ്പിൾ നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഇതിൽ ടോട്ടൽ 14 എലമെൻറ്റ്സ് ഉള്ള ഒരു അറേയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ 14 എലമെൻറ്റ്സ് ആകുമ്പോൾ തന്നെ അതിൻ്റെ ലോവർ ബൗണ്ടും അപ്പർ ബൗണ്ടും എങ്ങനെയായിരിക്കും എന്ന് നമുക്കറിയാം അല്ലേ. ഇൻഡെക്സ് വാല്യൂസ് 0 തൊട്ട് 13 വരെ ആയിരിക്കും വരിക. സോ ഹിയർ 0 ഇസ് ദ ലോവർ ബൗണ്ട് ആൻഡ് 13 ഇസ് ദ അപ്പർ ബൗണ്ട്. സംശയമില്ലാത്ത കാര്യമാണെന്ന് വിചാരിക്കുന്നു. അതായത് ഒരു അറയിലത്തെ എലമെൻറ്റിൻ്റെ അല്ലെങ്കിൽ അറയിലത്തെ സൈസ് എത്രയാണോ, വാട്ട് വിൽ ബി ദ സൈസ് ഓഫ് ദിസ് അറേ, എന്തായിരിക്കും? ടോട്ടൽ 14 എലമെൻറ്റ്സ് ആണ് അല്ലേ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14. സോ സൈസ് ഓഫ് ദിസ് അറേ ഇസ് 14. സോ ദ ലോവർ ബൗണ്ട് വിൽ ബി ഫ്രം 0 ആൻഡ് ദ അപ്പർ ബൗണ്ട് ഇസ് 13. ഓക്കെ, ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ട മറ്റൊരു ടേം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഇനി വേണ്ടത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ എലമെൻറ്റ് ഈ ഒരു അറേക്കകത്ത് ഉണ്ടോ എന്നാണ് നമുക്ക് സെർച്ച് ചെയ്യേണ്ടത്. സോ ദ എലമെൻറ്റ് ടു ബി ഫൗണ്ട് എസ്, ഞാനിപ്പോൾ സെർച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 2 ആണ്. 2 എന്ന് പറയുന്ന എലമെൻറ്റ് ഈ അറേക്കകത്ത് ഉണ്ടോ എന്നാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ആ സെർച്ച് ചെയ്യേണ്ട എലമെൻറ്റിനെ ഞാൻ പറയുന്ന മറ്റൊരു പേരാണ് കീ. ഹിയർ കീ ഈസ് 2. അതായത് 2 എന്ന് പറയുന്ന എലമെൻറ്റ് ഈ അറേക്കകത്ത് ഉണ്ടോ എന്നാണ് എനിക്ക് സെർച്ച് ചെയ്യേണ്ടത്. സോ ദ ഐറ്റം ടു ബി ഫൗണ്ട് ഇസ് 2. അതിന് ഞാൻ പറയുന്ന മറ്റൊരു ടേമാണ് കീ. ഓക്കെ, അപ്പോൾ നമുക്ക് ലോവർ ബൗണ്ട് ഉണ്ട്, അപ്പർ ബൗണ്ട് ഉണ്ട്, കീ ഉണ്ട്. ഇനി ഈ ബൈനറി സെർച്ചിങ്ങിൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഈ ഒരു അറേയുടെ മിഡ് പൊസിഷൻ നമ്മൾ കണ്ടുപിടിക്കും. ഇതിൻ്റെ പകുതി, ഓക്കെ, ഇതിൻ്റെ മിഡ് പൊസിഷൻ നമ്മൾ കണ്ടുപിടിക്കും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിഡ് പൊസിഷൻ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് mid is equal to lower plus upper by 2 എന്നത് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു എക്സാമ്പിൾ അനുസരിച്ച് മിഡ് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? ലോവർ ബൗണ്ട് എത്രയാണ്? 0 ആണ്. ലോവർ ബൗണ്ട് ആണ് വേണ്ടത് കേട്ടോ, അല്ലാതെ ലോവർ ബൗണ്ടിലുള്ള വാല്യൂ അല്ല. ലോവർ ബൗണ്ട് എത്രയാണ്? 0 ആണ്. സോ 0 പ്ലസ് അപ്പർ ബൗണ്ട് എത്രയാണ്? 13 ആണ് അല്ലെ. 0 പ്ലസ് 13 ബൈ 2 ദാറ്റ് ഈസ് 13 ബൈ 2. 13 ബൈ 2 എന്ന് പറയുമ്പോൾ ഇൻറ്റീജർ ഡിവിഷനാണ് നമ്മൾ ചെയ്യേണ്ടത്. 13 ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് 6 കിട്ടും അല്ലേ. ഇൻറ്റീജർ ഡിവിഷനാണ്, ശ്രദ്ധിക്കുക. അപ്പോൾ ഇപ്പോൾ നമ്മുടെ മിഡ് എന്ന് പറയുന്നത് 6 ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു അറേയുടെ മിഡ് പൊസിഷൻ നമ്മൾ കണ്ടുപിടിച്ചു. മിഡ് പൊസിഷൻ എന്ന് പറയുന്നത് 6 ആണ്. സോ ദിസ് ഇസ് ദ മിഡ് ഫോർ ദ ടൈം ബീങ്. ഇപ്പോഴത്തേക്ക് നമ്മുടെ മിഡ് എന്ന് പറയുന്നത്
6 ആണ്. ഇനി നമ്മൾ കണ്ടുപിടിക്കുന്നത് ഈ അറേനെ ഞാനിപ്പോൾ എ എന്ന് വിളിക്കാമെന്ന് വിചാരിക്കുക. ഈ അറേയുടെ പേര് എ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം എ ഓഫ് മിഡ് എന്തായിരിക്കും. എ ഓഫ് മിഡ് എന്തായിരിക്കും? എ ഓഫ് മിഡ് എന്ന് വെച്ചാൽ എന്താ? എ എന്ന് പറയുന്ന അറേയില് മിഡ് എന്ന് പറയുന്ന പൊസിഷനിൽ ഇരിക്കുന്ന എലമെന്റ് ഏതാണ്? അല്ലെ, നമ്മൾ എ ഓഫ് 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എ എന്ന് പറയുന്ന അറയിലത്തെ 0th പൊസിഷനിൽ ഇരിക്കുന്ന എലമെന്റ് ഏതാണ്? അതുപോലെ തന്നെ എ ഓഫ് മിഡ് മീൻസ് the element present in the position mid in the array A. ഏതാണ്? അപ്പോൾ എ ഓഫ് മിഡ് എന്ന് പറയുന്നത് എ ഓഫ് 6 ആണ്. എത്രയാണ്? എ ഓഫ് 6 എന്ന് പറയുന്നത് 25 ആണ്. സോ ഇതാണ് നമ്മുടെ മിഡ് എന്ന് പറയുന്നത്. സോ എ ഓഫ് മിഡ് എന്ന് പറയുന്നത് 25 ആണ്. അറേയുടെ മിഡിൽ പൊസിഷൻ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ ചെയ്യുന്ന ടെക്നിക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 3 കേസുകളാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് 3 കേസുകൾ നമ്മൾ സെർച്ച് ചെയ്യും. അതിലത്തെ ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് എ ഓഫ് മിഡ് ഈക്വൽ ടു കീ ആണോ എന്ന് നമ്മൾ സെർച്ച് ചെയ്യും. ദെൻ രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് എ ഓഫ് മിഡ് ഇസ് ലെസ് ദാൻ കീ ആണോ എന്ന് നോക്കും. ദെൻ എ ഓഫ് മിഡ് ഈസ് ഗ്രേറ്റർ ദാൻ കീ ആണോ എന്ന് നോക്കും. ഈ 3 കണ്ടീഷൻസും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നു. അതായത് എ ഓഫ് മിഡ് എന്ന് പറയുന്നത് 25 ആണ്. 25 ഈക്വൽ ടു കീ ആണ്. നമ്മുടെ കീ എന്താ? 2 അല്ലേ? അപ്പോൾ ഏത് എലമെന്റ് ആണോ കണ്ടുപിടിക്കേണ്ടത്? 2 ആണ്. അപ്പോൾ എ ഓഫ് മിഡ് ഈക്വൽ ടു 2 ആണോ? അല്ല. സോ ഇൻ അവർ എക്സാമ്പിൾ എ ഓഫ് മിഡ് ഇസ് നോട്ട് ഈക്വൽ ടു കീ. അപ്പോൾ ഈ ഫസ്റ്റ് കേസ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി സെക്കൻഡ് കേസ് നമ്മൾ ചെക്ക് ചെയ്യുന്നു. എ ഓഫ് മിഡ് എന്ന് പറയുന്നത് 25 ആണ്. 25 ലെസ് ദാൻ 2 ആണോ? 25 ലെസ് ദാൻ 2 ആണോ? അല്ല. സോ ഈ കേസ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി അടുത്ത കേസ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ട്രൂ ആയിരിക്കും അല്ലെ. എ ഓഫ് മിഡ് വിൽ ബി ഗ്രേറ്റർ ദാൻ 2. ഇതാണ് നമ്മുടെ ട്രൂ ആയിട്ടുള്ള കേസ്. അപ്പോൾ എ ഓഫ് മിഡ് എന്ന് പറയുന്നത് ഇസ് ഗ്രേറ്റർ ദാൻ 2. അപ്പോൾ ഇനി നമ്മൾ പ്രയോഗിക്കുന്ന ലോജിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിൻസ് ദ അറേ ഇസ് ഇൻ സോർട്ടഡ് ഓർഡർ അല്ലേ, നമ്മൾ ഈ ഒരു അറേ സോർട്ടഡ് ഓർഡറിലായതുകൊണ്ട് തന്നെ ഇനി ഈ 25-ന് എബവ് ഉള്ള എലമെന്റ്സിനെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ നമ്മളിപ്പോൾ 2 പാർട്ടാക്കി ഡിവൈഡ് ചെയ്തു അല്ലേ. എ ഓഫ് മിഡ് ഗ്രേറ്റർ ദാൻ കീ ആണെന്നും നമ്മൾ കണ്ടുപിടിച്ചു. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 25 മുതൽ 70 വരെയുള്ള ഈ ഒരു എലമെന്റ്സിൽ അല്ലെങ്കിൽ ഈ ഒരു പാർട്ടിൽ നമ്മുടെ 2 എന്ന് പറയുന്ന എലമെന്റ് വരാനുള്ള പ്രോബബിലിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലെ. എന്തായാലും ഈ ഒരു പാർട്ടിൽ നമ്മുടെ കണ്ടുപിടിക്കേണ്ട എലമെന്റ് ഉണ്ടാവില്ല. ബിക്കോസ് അവർ അറേ ഇസ് ഇൻ സോർട്ടഡ് ഓർഡർ. അതാണ് ഞാൻ പറഞ്ഞത്. ഏറ്റവും ആദ്യം അറേ സോർട്ടഡ് ഓർഡറിൽ മാത്രമാണെങ്കിലേ നമുക്ക് ഈ ബൈനറി സെർച്ച് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ നമുക്ക് ഈ ഒരു പോർഷൻ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല അല്ലെ. ഈ ഒരു പോർഷൻ നമുക്ക് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ഇത്രയും പോർഷൻസ് നമുക്ക് അങ്ങോട്ട് അവോയ്ഡ് ചെയ്ത് കളയാം. അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യണം? നമ്മുടെ അപ്പർ ബൗണ്ട് ഇവിടെയാണ് കിടക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? അതായത് ഇവിടം മുതൽ ഇവിടം വരെയുള്ള എലമെന്റ്സിനെ മാത്രമേ ഇനി നമുക്ക് നോക്കണ്ടൂ. സോ നമ്മൾ അപ്പർ ബൗണ്ട് മാത്രമേ വ്യത്യാസം വരുത്തണ്ടൂ അല്ലെ. അപ്പൊ അപ്പർ ബൗണ്ട് എന്തായി മാറും? അപ്പർ ബൗണ്ട് എന്ന് പറയുന്നത് 5 ആയി മാറും. ഓക്കെ, സോ ദിസ് വിൽ ബി ദ ന്യൂ അപ്പർ ബൗണ്ട്. റീസൺ നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് ഇവിടെ നമ്മൾ കേസുകൾ ചെക്ക് ചെയ്തു. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ എ ഓഫ് മിഡ് എന്ന് പറയുന്നത് കീയിനേക്കാളും, അതായത് അറേയുടെ പകുതി, അതായത് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. നമുക്ക് കണ്ടുപിടിക്കേണ്ട എലമെന്റ് ഈ മിഡ് കണ്ടുപിടിച്ചല്ലോ. മിഡ് കണ്ടുപിടിച്ചപ്പോൾ അറേനെ 2 ഹാഫ് ആക്കി ഡിവൈഡ് ചെയ്തു. ഫസ്റ്റ് ഹാഫിലാണോ നമ്മുടെ കീ വരുന്നത്, സെക്കൻഡ് ഹാഫിലാണോ നമ്മുടെ കീ വരുന്നത്? അതാണ് നമ്മൾ ഇവിടെ പ്രയോഗിച്ച ലോജിക്ക്. എ ഓഫ് മിഡ് ലെസ് ദാൻ കീ ആണെന്നുണ്ടെങ്കിൽ കീ ആണ് വലുത്. സോ ആ കീ വരിക അറേയുടെ സെക്കൻഡ് ഹാഫിലായിരിക്കും. ഇനി എ ഓഫ് മിഡ് ഗ്രേറ്റർ ദാൻ കീ എന്ന് പറയുമ്പോൾ കീ ചെറുതാണ്. സോ കീ വിൽ ബി പ്രസന്റ് ഇൻ ദ ഫസ്റ്റ് ഹാഫ് ഓഫ് ദിസ് അറേ. അപ്പൊ അതാണ് നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പോൾ ഇതിൽ നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി എ ഓഫ് മിഡ് ഗ്രേറ്റർ ദാൻ കീ ആണ്. സോ ഡെഫിനറ്റ്ലി എ ഓഫ് മിഡിനേക്കാളും ചെറുതാണ് നമ്മുടെ കീ. അതായത് എ ഓഫ് മിഡിന്റെ ഉള്ളിൽ, അതായത് ഈ ഒരു ഫസ്റ്റ് ഹാഫ് പോർഷനകത്തെ നമ്മുടെ കീ ഉണ്ടായിരിക്കുള്ളൂ. സോ നമുക്ക് ഈ ഒരു ഭാഗം കംപ്ലീറ്റ് അങ്ങോട്ട് അവോയ്ഡ് ചെയ്യാം.
ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗത്തെക്കുറിച്ച് നമ്മൾ ഇനി ചിന്തിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഈ ഒരു ഭാഗത്തായിരുന്നു നമ്മുടെ അറയുടെ അപ്പർ ബൗണ്ട് കിടന്നിരുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? അറയുടെ അപ്പർ ബൗണ്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. എങ്ങോട്ടേക്ക് ആക്കി മാറ്റണം? 5 മാറ്റണം. ഈ 5 എന്ന് പറയുന്നത് എന്താണ്? നേരത്തെ ഉണ്ടായിരുന്ന മിഡ് -1 ആയിരുന്നു അല്ലെ? അപ്പോൾ എ ഓഫ് മിഡ് ഗ്രേറ്റർ ദാൻ കീ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ 2 അപ്ഡേഷൻസ്, അവിടെ നമ്മൾ ആകെ കൂടെ ആക്ച്വലി ഒരു അപ്ഡേഷൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. ലോവർ ബൗണ്ട് 0 ആയി തന്നെ റിമെയിൻ ചെയ്യും. അപ്പർ ബൗണ്ട് എന്തായി മാറും? അപ്പർ ഈക്വൽ ടു മിഡ് -1. ഇപ്പോഴത്തെ മിഡ് എന്തായിരുന്നു? 6 ആയിരുന്നു. ദാറ്റ് -1 ഈക്വൽ ടു 5. ഇപ്പോഴത്തെ നമ്മുടെ അപ്പർ ബൗണ്ട് എന്ന് പറയുന്നത് 5 ആണ്. ക്ലിയർ ആയോ? അപ്പർ ബൗണ്ട് എന്ന് പറയുന്നത് 5 ആയി. ഇനി നമ്മൾ നോക്കൂ, ഈ ഒരു ഭാഗം കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഞാൻ മറ്റൊരു കേസ് ചോദിക്കട്ടെ. സപ്പോസ് എനിക്ക് കണ്ടുപിടിക്കേണ്ട എലമെന്റ് 50 ആയിരുന്നു എന്ന് വിചാരിക്കുക. ഓക്കെ, എനിക്ക് കണ്ടുപിടിക്കേണ്ട എലമെന്റ് 50 ആയിരുന്നു എന്ന് വിചാരിക്കുക. അപ്പൊ എങ്ങനെയായിരിക്കും വരുന്നുണ്ടാവുക? എ ഓഫ് മിഡ് ലെസ് ദാൻ കീ ആയിരിക്കും അല്ലെ? എ ഓഫ് മിഡ് സെയിം തന്നെ 6 ആയിരിക്കും. എ ഓഫ് മിഡ് 25 തന്നെ ആയിരിക്കും. ഈ എ ഓഫ് മിഡ് എന്ന് പറയുന്നത് 50നേക്കാളും ചെറുതല്ലേ? അപ്പൊ നമ്മൾക്ക് ഏത് ഭാഗം ഒഴിവാക്കാം? ഈ 0 മുതൽ 6 വരെയുള്ള ഈ ഒരു ഫസ്റ്റ് ഹാഫിൽ നമ്മുടെ 50 എന്ന് പറയുന്ന എലമെന്റ് ഉണ്ടാവാനുള്ള പ്രോബബിലിറ്റി 0 ആയിരിക്കും. സോ വി ക്യാൻ കംപ്ലീറ്റ്ലി ഇഗ്നോർ ദിസ് ഫസ്റ്റ് പോർഷൻ ഓഫ് ദിസ് അറേ. ഓക്കെ, അപ്പോൾ ഈ ഒരു പോർഷൻ നമ്മൾ കംപ്ലീറ്റ് മാറ്റുമ്പോൾ അപ്പൊ എന്തായിരിക്കും അപ്ഡേറ്റ് ചെയ്യേണ്ടി വരിക? അപ്പർ ആണോ അപ്ഡേറ്റ് ചെയ്യേണ്ടി വരിക? അല്ല. അപ്പൊ ആ ഒരു കേസിൽ എന്ത് ചെയ്യണം? ലോവർ ബൗണ്ട് എങ്ങോട്ടേക്ക് വെക്കണം? മിഡ് +1. ഓക്കെ, അതായത് എലമെന്റ് 50 ആണെന്നുണ്ടെങ്കിൽ ഇഫ് ദാറ്റ് ഈ ഒരു കേസ് ട്രൂ ആണെങ്കിൽ, എ ഓഫ് മിഡ് ലെസ് ദാൻ കീ ട്രൂ ആണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്താ അപ്ഡേറ്റ് ചെയ്യേണ്ടത്? ലോവർ ആണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത്. ലോവർ ഇസ് ഈക്വൽ ടു മിഡ് +1. ഓക്കെ, അതായത് 0 തൊട്ട് മിഡ് 6 അല്ലേ, ഇവിടെ വരെയുള്ള പോർഷൻസിൽ നമ്മുടെ 50 എന്ന് പറയുന്ന എലമെന്റ് ഉണ്ടാവില്ല. പ്രോബബിലിറ്റി 0 ആണ്. സോ നമ്മൾ ഇവിടെ അപ്ഡേറ്റ് ചെയ്യേണ്ടത് ലോവർ ആണ്. ലോവർ എങ്ങോട്ടേക്ക് വെക്കണം? എവിടെയാണോ മിഡ് നിൽക്കുന്നത് മിഡ് +1 ആക്കി വെക്കണം. ഇവിടേക്ക് നമ്മൾ ലോവർ അപ്ഡേറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് അറേനെ ഷ്രിങ്ക് ചെയ്യാനായിട്ട് സാധിച്ചു അല്ലെ? അറേയുടെ സൈസ് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ ഈ സൈസ് കുറയ്ക്കുക ഇൻ ദ സെൻസ് ഫിസിക്കലി നമുക്ക് അറേ എലമെന്റ്സിനെ ഡിലീറ്റ് ചെയ്ത് കളയുന്നൊന്നുമില്ല കേട്ടോ. പക്ഷെ നമ്മുടെ സെർച്ചിങ് ടെക്നിക്സിന്റെ ആ ഒരു ഏരിയ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിച്ചു. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ പഴയ കേസിലേക്ക് തന്നെ വരാം. കീ എലമെന്റ് എന്ന് പറയുന്നത് 2 ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ട എലമെന്റ് 2 തന്നെയാണ്. അപ്പോൾ ഞാനിവിടെ പറഞ്ഞത് ഈ 2 കേസും വരുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. ഇഫ് എ ഓഫ് മിഡ് ലെസ് ദാൻ കീ ആണെന്നുണ്ടെങ്കിൽ ലോവർ ബൗണ്ട് മിഡ് +1 ആയിട്ട് റീസെറ്റ് ചെയ്യണം. ഇനി എ ഓഫ് മിഡ് ഗ്രേറ്റർ ദാൻ കീ ആണെങ്കിൽ അപ്പർ ബൗണ്ട് മിഡ് -1 ആക്കി സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ കേസിൽ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അപ്പർ ബൗണ്ട് മിഡ് -1 ആക്കി മാറ്റി. സോ അവർ ന്യൂ അപ്പർ ബൗണ്ട് ഇസ് 5. അപ്പോൾ അപ്പർ ബൗണ്ട് അപ്ഡേറ്റഡ് ആയി. അപ്പോൾ അതിനനുസരിച്ച് എന്ത് വരും? നമ്മുടെ മിഡ് വാല്യൂവും ചേഞ്ച് ആവും അല്ലേ? അപ്പോൾ ഇപ്പോഴത്തെ പുതിയ മിഡ് വാല്യൂ എന്തായി? ഇത് നമ്മൾ ഈ ഒരു ഭാഗം നോക്കുന്നില്ല കേട്ടോ. ഇനി ഈ ഒരു ഭാഗമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ പുതിയ മിഡ് എന്തായി? മിഡ് ഈക്വൽ ടു പുതിയ ലോവർ പ്ലസ് പുതിയ അപ്പർ എത്രയാണ്? 5 ആണ്. 0 + 5/2. സോറി, 0 + 5/2. ദാറ്റ് മീൻസ് 5/2. 5/2 എന്ന് പറയുന്നത് ഇൻറ്റീജർ ഡിവിഷന് വരുമ്പോൾ എത്ര വരും? 5/2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 വരുന്നുള്ളൂ. സോ അവർ ന്യൂ മിഡ് ഇസ് 2. ഇതാണ് നമ്മുടെ പുതിയ മിഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇതാണ് നമ്മുടെ പുതിയ മിഡ്. സോ എ ഓഫ് മിഡ് എന്തായിരിക്കും? എ ഓഫ് മിഡ് എന്ന് പറയുന്നത് എ ഓഫ് 2 എന്ന് പറയുന്നത് 5. എഗെയിൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ 3 കണ്ടീഷൻസ് ചെക്ക് ചെയ്യുന്നു. ഈ 3 കണ്ടീഷൻസ് ചെക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു കേസിൽ ഏതായിരിക്കും ട്രൂ ഉണ്ടാവുക? അതായത് 5 is greater than 2 അല്ലെ? എ ഓഫ് മിഡ് ഈസ് ഗ്രേറ്റർ ദാൻ കീ. അഗെയിൻ ഈ കേസ് തന്നെയാണ് ട്രൂ ആവുക. ഇപ്പൊ എ ഓഫ് മിഡ് ഗ്രേറ്റർ ദാൻ കീ എന്ന് പറയുമ്പോൾ മിഡ് എലമെന്റ് ഇതല്ലേ? അപ്പോൾ എന്തായിരിക്കും? നമ്മുടെ എലമെന്റ് എന്തായാലും ഈ മിഡിനും അതിന് മുകളിലുള്ള പോർഷൻസിൽ ഉണ്ടായിരിക്കില്ല. മിഡിന് താഴെയുള്ള പോർഷൻസിൽ മാത്രമേ നമ്മുടെ കീ എലമെന്റ് ഉണ്ടായിരിക്കുള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം? അഗെയിൻ അപ്പർ ബൗണ്ട് മിഡ് -1 ആക്കി റീസെറ്റ് ചെയ്യണം അല്ലെ? അതായത് നമുക്കിതാ
ഈ ഒരു ഭാഗം അങ്ങോട്ട് ഒഴിവാക്കാം. മിഡ് മുതൽ 20 വരെയുള്ള അല്ലെങ്കിൽ മിഡ് തൊട്ട് അപ്പർ വരെയുള്ള ഈ ഒരു ഭാഗം നമുക്ക് ഇനി സെർച്ച് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അപ്പർ ബൗണ്ട് വീണ്ടും നമ്മൾ റീസെറ്റ് ചെയ്യണം. അപ്പർ ബൗണ്ട് എന്തായി മാറും? മിഡ് -1 ആയിട്ട് മാറും. ഇതായിരിക്കും നമ്മുടെ പുതിയ അപ്പർ ബൗണ്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പൊ ലോവർ ബൗണ്ട് 0 ആയി, അപ്പർ ബൗണ്ട് എന്തായി മാറി? മിഡ് മിഡ് എന്ന് പറയുന്നത് 2 ആയിരുന്നു, 2 - 1 എന്ന് പറയുന്നത് 1 ആയി. സോ അവർ ലോവർ ബൗണ്ട് 0 ആൻഡ് അപ്പർ ബൗണ്ട് ഇസ് 1. അപ്പൊ പുതിയ ലോവർ ബൗണ്ടും അപ്പർ ബൗണ്ടും കിട്ടി. അപ്പൊ എന്ത് ചെയ്യണം? എഗെയിൻ നമ്മൾ പുതിയ മിഡ് കാൽക്കുലേറ്റ് ചെയ്യണം. മിഡ് കണ്ടോ? അപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ ചെയ്തപ്പോൾ കംപ്ലീറ്റ്ലി ഒരു അറയുടെ ഹാഫ് പോയി. ഇനി ബാക്കിയുള്ള അറയുടെ അടുത്ത ഹാഫ് അടുത്തതിൽ പോയി. ഇനി എന്ത് ചെയ്യുക? ഈ 2 എലമെന്റ്സ് ആണ് ഇനി ഉള്ളത്. അപ്പൊ ഈ 2 എലമെന്റ്സിന്റെ മിഡ് നമ്മൾ കണ്ടുപിടിക്കുക. ലോവർ 0 ആണ്, അപ്പർ എന്താണ്? 1 ആണ്. 2 അല്ല കേട്ടോ, 1 ആണ്. ഇനി 0 + 1/2 ദാറ്റ് ഈസ് 1/2. 1/2 എന്ന് പറയുന്നത് ഇൻറ്റീജർ ഡിവിഷൻ ആകുമ്പോൾ 0 ആവും. ദാറ്റ് മീൻസ് ഇപ്പോഴത്തെ നമ്മുടെ മിഡ് എന്ന് പറയുന്നത് 0 ആണ്. ഇത് തന്നെയാണ് മിഡ്. ഓക്കെ, അപ്പോൾ എ ഓഫ് മിഡ് എന്ത് വരും? എ ഓഫ് മിഡ് ഈക്വൽ ടു എ ഓഫ് 0. എ ഓഫ് 0യിൽ ഏത് വാല്യൂ ഉള്ളത്? 1 ആണ്. ഇനി 1 എന്ന് പറയുന്നത് എന്താണ്? <2 ആണ്. എ ഓഫ് മിഡ് ഈസ് <2. അപ്പൊ എ ഓഫ് മിഡ് ലെസ് കീ എന്ന് പറയുന്ന കേസാണ് ഇവിടെ ട്രൂ ആവുക. അപ്പൊ ആ ഒരു കേസിൽ, അതായത് എ ഓഫ് മിഡ് ഈസ് <2 എ ഓഫ് മിഡ് ഈസ് കീ എന്ന് പറയുമ്പോൾ നമ്മൾ പിന്നെ ഈ മിഡിന് ഇങ്ങോട്ടേക്കുള്ള പോർഷൻസ് നോക്കണ്ട, മിഡിന് തൊട്ട് മുകളിലുള്ള അല്ലെങ്കിൽ മിഡിന് ശേഷമുള്ള എലമെന്റ്സിനെ നമ്മൾ നോക്കിയാൽ മതി. അതായത് മിഡിലും ചെറുതായിട്ടുള്ള വാല്യൂസിനിടയിൽ ഈ കീ എന്ന് പറയുന്ന എലമെന്റ് ഉണ്ടാവാനുള്ള പ്രോബബിലിറ്റി 0 ആയിരിക്കും. സോ നമ്മുടെ സെർച്ച് ഏരിയ നമ്മൾ വീണ്ടും ലിമിറ്റ് ചെയ്യാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? ലോവർ ബൗണ്ട് മിഡ് +1 ആക്കി സെറ്റ് ചെയ്യണം. സോ ലോവർ ബൗണ്ട്, പുതിയ ലോവർ ബൗണ്ട് എന്തായിരിക്കും? ഇപ്പോഴത്തെ മിഡ് ഏതാണ്? 0 ആണ് അല്ലെ? 0 + 1. ദാറ്റ് മീൻസ് നമ്മുടെ പുതിയ ലോവർ ബൗണ്ട് എന്ന് പറയുന്നത് ഏതായി മാറും? 1 ആയി മാറും. സോ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നോക്കൂ, മിഡ് മാറി, ലോവറും മാറി. ഇപ്പോഴത്തെ കേസിൽ എങ്ങനെയാണ്? ലോവർ അതാ. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു ഏരിയ നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, ഈ ഒരു എലമെന്റും നോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമുക്ക് സിസ്റ്റമാറ്റിക്കലി ഇപ്പം തന്നെ നമുക്കറിയാം, നമുക്ക് കണ്ടുപിടിക്കേണ്ട എലമെന്റ് ഇതിനകത്തുണ്ട്. പക്ഷെ നമ്മൾ സിസ്റ്റമാറ്റിക്കലി തന്നെയാണ് ചെക്ക് ചെയ്ത് പോവുക. അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ ലോവർ എന്ന് പറയുന്നത് 1 ആണ്, അപ്പർ എന്ന് പറയുന്നതും 1 ആണ്. സോ അങ്ങനത്തെ കേസിൽ മിഡ് എന്തായിരിക്കും? മിഡ് എന്ന് പറയുന്നത് ലോവർ + അപ്പർ /2. ലോവർ എന്ന് പറയുന്നത് 1 + അപ്പർ എന്ന് പറയുന്നതും 1/2. 1 + 1 2, 2/2 = 1. സോ മിഡ് എന്ന് പറയുന്നത് 1 ആണ്. ലോവറും 1 ആണ്, അപ്പറും 1 ആണ്, മിഡും 1 ആണ്. എ ഓഫ് മിഡ് എന്താണ്? എ ഓഫ് മിഡ് എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് കേസല്ലേ ഇവിടെ ട്രൂ ആയി വന്നിരിക്കുന്നത്. എ ഓഫ് മിഡ് ദാറ്റ് ഇസ് 2 = കീ. 2 എന്ന് പറയുന്നത് തന്നെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട എലമെന്റ്. 2 തന്നെയാണ് എ ഓഫ് മിഡ്. സോ നമ്മുടെ എലമെന്റ് നമുക്ക് സക്സസ്ഫുള്ളി ഇതിനകത്ത് കണ്ടുപിടിക്കാനായിട്ട് പറ്റി. ഇഫ് എ ഓഫ് മിഡ് = കീ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ എലമെന്റ് കണ്ടുപിടിച്ചു എന്നാണ് അർത്ഥം. സോ ദാറ്റ് എലമെന്റ് ഇസ് പ്രസന്റ് ഇൻ ദ അറേ. അപ്പൊ എന്ത് ചെയ്യണം? ഒരു എലമെന്റ് ആ അറേക്കകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ എലമെന്റിന്റെ പൊസിഷൻ ആണ് നമ്മൾ റിട്ടേൺ ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ എന്താ റിട്ടേൺ ചെയ്യേണ്ടത്? 1 എന്ന് പറയുന്ന വാല്യൂ ആണ് റിട്ടേൺ ചെയ്യേണ്ടത്. വാട്ട് ഈസ് 1? മിഡ് അല്ലെ? സോ റിട്ടേൺ മിഡ്. ആ എലമെന്റിന്റെ പൊസിഷൻ നമ്മൾ റിട്ടേൺ ചെയ്യുന്നു. ക്ലിയർ ആയോ? ഇങ്ങനെയാണ് നമ്മൾ ബൈനറി സെർച്ച് ചെയ്യുന്നത്. ബൈനറി സെർച്ചിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം അറേയുടെ മിഡ് നമ്മൾ കണ്ടുപിടിക്കും. ആ മിഡിന് അല്ലെങ്കിൽ മിഡ് കീയിനേക്കാൾ വലുതാണോ ചെറുതാണോ, അല്ലെങ്കിൽ മിഡ് ഈക്വൽ ടു, ഇപ്പൊ എനിക്ക് ഏറ്റവും ആദ്യത്തെ കേസിൽ നമ്മുടെ മിഡ് എന്തായിരുന്നു? 6 ആയിരുന്നു അല്ലെ? ഇപ്പോൾ എ ഓഫ് മിഡ് എന്ന് പറയുന്നത് 25 ആയിരുന്നു. നമുക്ക് കണ്ടുപിടിക്കേണ്ട എലമെന്റും 25 ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കേസ് തന്നെ ട്രൂ ആവും. അപ്പൊ ആ ഒരു കേസിൽ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യത്തെ ഒരു സെർച്ചിൽ തന്നെ നമ്മുടെ എലമെന്റിനെ നമ്മൾ കണ്ടുപിടിച്ചു. എ ഓഫ് മിഡ് = കീ വന്നു. സോ വി ക്യാൻ റിട്ടേൺ ദാറ്റ് എലമെന്റ്. പക്ഷെ നമ്മുടെ കേസിൽ അങ്ങനെ ആയിരുന്നില്ല, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 2 ആയിരുന്നു. അപ്പോൾ നമ്മൾ ഈ 3 കേസുകൾ നമ്മൾ ചെക്ക് ചെയ്യും. ഇഫ് എ ഓഫ് മിഡ് = കീ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമുക്ക് എലമെന്റ് കിട്ടി. സോ വി വിൽ റിട്ടേൺ ദ പൊസിഷൻ ഓഫ് മിഡ് എലമെന്റ്, ദാറ്റ് ഇസ് മിഡ്. ഇനി
എ ഓഫ് മിഡ് ലെസ് ദാൻ കീ ആണോ നോക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എ ഓഫ് മിഡ് ലെസ് ദാൻ കീ ആണെന്നുണ്ടെങ്കിൽ ലോവർ ബൗണ്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. അതായത് ആ മിഡിനേക്കാളും ചെറുതായിട്ടുള്ള വാല്യൂസ് പിന്നെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. സോ വി ഹാവ് ടു മോഡിഫൈ ദ ലോവർ ബൗണ്ട്. ദാറ്റ് മീൻസ് ലോവർ ബൗണ്ട് ഈക്വൽ ടു കറണ്ട് മിഡ് വാല്യൂ പ്ലസ് 1 ആക്കി. ഇനി ഇഫ് എ ഓഫ് മിഡ് ഇസ് ഗ്രേറ്റർ ദാൻ കീ ആണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ മിഡ് വാല്യൂ കീയിനേക്കാൾ വലുതാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, നമ്മൾ അപ്പർ ബൗണ്ട്, അതായത് ആ മിഡിനേക്കാളും വലിയ റേഞ്ചിൽ നമ്മുടെ വാല്യൂ എന്തായാലും വരില്ല. സോ വി ഹാവ് ടു ലിമിറ്റ് ദ ഏരിയ ഓഫ് സെർച്ച് അല്ലേ. അപ്പോൾ അപ്പർ ബൗണ്ട് നമ്മൾ വീണ്ടും അപ്ഡേറ്റ് ചെയ്തു, മിഡ് -1 ആക്കി. ഇതിൻ്റെ ആ ഒരു ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ചെയ്യുന്ന കാര്യം സെയിം തന്നെയാണ് അല്ലേ. നമ്മുടെ ഓരോ സെർച്ചിലും, അതായത് ഓരോ ലൂപ്പിലും ആ അറയുടെ സെർച്ച് ചെയ്യേണ്ട ഏരിയ നമ്മൾ നേരെ പകുതിയാക്കി കൊണ്ടുവരികയാണ് അവിടെ ചെയ്യുന്നത്. ഈ ഒരു പ്രിൻസിപ്പിളിനെയാണ് നമ്മൾ ഡിവൈഡ് ആൻഡ് കോൺകർ എന്ന് പറയുന്നത് അല്ലെ. ഓരോ ലൂപ്പിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും നമ്മുടെ അറേനെ നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണ് എന്ന് വെച്ചെങ്കിൽ അതിൻ്റെ ഏരിയ ഓഫ് സെർച്ചിങ് നമ്മൾ നേരെ പകുതിയാക്കി കുറച്ച് വരികയാണ്. സോ ഡിവൈഡ് ആൻഡ് കോൺകർ ഈസ് ദ മെയിൻ പ്രിൻസിപ്പിൾ ഓഫ് ബൈനറി സെർച്ച്. അപ്പോൾ ആ ഒരു ടേം നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇനി ഈ ഒരു കേസ് ചെക്ക് ചെയ്തു, ഇതിൽ ഏതെങ്കിലും ഒരു കേസ് ട്രൂ ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് ലോവർ ബൗണ്ടോ അപ്പർ ബൗണ്ടോ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. ഇനി കിട്ടുന്ന പുതിയ ലോവർ ബൗണ്ട് അപ്പർ ബൗണ്ട് വാല്യൂസ് വെച്ചിട്ട് വീണ്ടും നമ്മൾ മിഡ് വാല്യൂ കണ്ടുപിടിക്കും. വീണ്ടും ഈ കേസുകൾ ചെക്ക് ചെയ്യും. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് ട്രൂ ആവും. എന്നിട്ട് അതിനനുസരിച്ച് ലോവർ ബൗണ്ടും അപ്പർ ബൗണ്ടും നമ്മൾ റീസെറ്റ് ചെയ്യും. എഗെയിൻ പുതിയ ലോവർ ബൗണ്ടിനും അപ്പർ ബൗണ്ടിനും വേണ്ടിയിട്ട് പുതിയ മിഡ് വാല്യൂ നമ്മൾ കണ്ടുപിടിക്കും. എഗെയിൻ പുതിയ മിഡ് വാല്യൂ വെച്ചിട്ട് ഈ കേസസ് സെർച്ച് ചെയ്യും. ദിസ് പ്രോസസ് കണ്ടിന്യൂസ് അൺടിൽ എ ഓഫ് മിഡ് ഈക്വൽ ടു കീ. ഈ ഒരു കണ്ടീഷൻ ട്രൂ ആവുന്നത് വരെ ഈ പ്രോസസ്സ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പോകും. ഇനി എപ്പോഴാണോ എ ഓഫ് മിഡ് ഈക്വൽ ടു കീ വരുന്നത്, ദാറ്റ് മീൻസ് വി ഹാവ് ഫൗണ്ട് ദാറ്റ് എലമെന്റ് അല്ലെ. അപ്പോൾ എന്ത് ചെയ്യും, ഈ മിഡ് എന്ന് പറയുന്ന പൊസിഷൻ നമ്മൾ റിട്ടേൺ ചെയ്യും. ഓക്കെ, മിഡ് എന്ന് പറയുന്ന പൊസിഷൻ തന്നെയായിരിക്കും ആ ഒരു എലമെന്റിന്റെ പൊസിഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് നമ്മൾ സാധാരണ രീതിയിൽ ബൈനറി സെർച്ച് കണ്ടുപിടിക്കുന്നത്. ബൈനറി സെർച്ചിലൂടെ ഒരു എലമെന്റിനെ നമ്മൾ കണ്ടുപിടിക്കുന്നത്. എനിക്ക് തോന്നുന്നു നമുക്ക് ഒരു എക്സാമ്പിളും കൂടെ ചെയ്ത് നോക്കാം. ബൈനറി സെർച്ച് തന്നെ അവിടെ ഞാൻ വേറൊരു അറയാണ് എടുക്കുന്നത്. വേറൊരു അറയിൽ എങ്ങനെയാണ് ബൈനറി സെർച്ച് ചെയ്യാൻ പറ്റുക എന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. അതായത് ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഇതിന്റെ അൽഗോരിതം വളരെ സിമ്പിൾ ആണ്. അപ്പം അതുകൊണ്ടാണ് ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ് ബൈനറി സെർച്ച് എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ സെർച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അറയിലത്തെ എലമെന്റ്സ് ആണ് ഞാൻ ഈ എഴുതിക്കൊണ്ടിരിക്കുന്നത്. 32, 50, 56 ആൻഡ് ദ ലാസ്റ്റ് എലമെന്റ് ഇസ് 58. ഇത്രയും എലമെന്റ്സ് ഉള്ള ഒരു അറയിലാണ് ഞാൻ സെർച്ചിങ് നടത്താനായിട്ട് പോകുന്നത്. ബൈനറി സെർച്ച് 8 എലമെന്റ്സ് ഉള്ള ഒരു അറയാണ് അല്ലെ. അപ്പോൾ അതിൻ്റെ ലോവർ ബൗണ്ട് 0, 1, 2, 3, 4, 5, 6, 7, 8 ടോട്ടല് 9 എലമെന്റ്സ് ഉണ്ട്. ഇപ്പം ഇതിൻ്റെ ലോവർ ബൗണ്ട് എന്തായിരിക്കും? ഇപ്പോൾ തുടക്കത്തിൽ നമുക്ക് പറയാൻ പറ്റും ലോവർ ബൗണ്ട് എന്ന് പറയുന്നത് 0 ആണ്, അപ്പർ ബൗണ്ട് എന്ന് പറയുന്നത് 8 ആണ്. ഇനി എനിക്ക് കണ്ടുപിടിക്കേണ്ട എലമെന്റ് ഐ ഹാവ് ടു ഫൗണ്ട്, അതായത് നമ്മുടെ കീ എന്ന് പറയുന്നത് 56 ആണ് കേട്ടോ. കീ എന്ന് പറയുന്നത് 56 ആണ്. 56 ഞാനിതിവിടെ ടോപ്പിൽ എഴുതുന്നുണ്ട്. 56 ആണ് നമ്മുടെ കീ എന്ന് പറയുന്നത്. ഈ 56 എന്ന് പറയുന്ന എലമെന്റ് ഈ അറയ്ക്കകത്ത് ഉണ്ടോ എന്ന് ബൈനറി സെർച്ചിങ് ടെക്നിക്ക് വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നു. അപ്പോൾ ലോവർ ബൗണ്ടും അപ്പർ ബൗണ്ടും കണ്ടുപിടിച്ചു എന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി ചെയ്യുന്ന അടുത്ത കണ്ടീഷൻ എന്താണ്? അടുത്തതായിട്ട് നമ്മൾ എന്താ ചെയ്യുക? മിഡ് വാല്യൂ കണ്ടുപിടിക്കും അല്ലെ. മിഡ് ഈക്വൽ ടു എന്താണ്? ലോവർ പ്ലസ് അപ്പർ ബൈ 2, ദാറ്റ് ഈസ് 0 പ്ലസ് 8 ബൈ 2. 0 പ്ലസ് 8 എന്ന് പറയുന്നത് 8 ആണ്. 8 ബൈ 2 എന്ന് പറയുന്നത് 4 ആണ്. സോ നമ്മുടെ മിഡ് എന്ന് പറയുന്നത് 4 ആണ്. ഇനി എ ഓഫ് മിഡ് എന്താണ്? ഏതാ നമ്മുടെ മിഡ് വരിക? മിഡ് എന്ന് പറയുന്നത് 4 ആണ് അല്ലേ. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ മിഡ് എന്ന് പറയുന്നത്. എ ഓഫ് മിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 28 ആണ്. ഇനി നമ്മുടെ 3 കേസുകൾ നമ്മൾ ചെക്ക് ചെയ്യും അല്ലേ. അതായത് ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് എ ഓഫ് മിഡ് ഈക്വൽ ടു കീ ആണോ? രണ്ടാമത്തത് എ ഓഫ് മിഡ് ലെസ് ദാൻ കീ ആണോ? മൂന്നാമത്തത് എ ഓഫ് മിഡ് ഗ്രേറ്റർ ദാൻ കീ ആണോ? ഈ 3 കേസുകളാണ് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ടുള്ളത്. നമ്മുടെ കേസിൽ 28 എന്ന് പറയുന്നത് ഇസ് ഓഫ് കോഴ്സ് ലെസ് ദാൻ 56 അല്ലെ. എ ഓഫ് മിഡ് എന്ന് പറയുന്നത് ലെസ് ദാൻ കീ ആണ്.
എ ഓഫ് മിഡ് ലെസ് ദാൻ കീ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നോക്കൂ, എ ഓഫ് മിഡ് ലെസ് ദാൻ കീ ആണെന്നുണ്ടെങ്കിൽ ഇനി എന്ത് ചെയ്താൽ മതി, നമ്മൾ ഈ ഒരു ഏരിയ, അതായത് ലോവർ മുതൽ മിഡ് വരെയുള്ള ഇനി ഈ ഒരു ഏരിയ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഏരിയ 0 തൊട്ട്, അതായത് ലോവർ തൊട്ട് മിഡ് വരെയുള്ള പോർഷൻസ് നമുക്ക് അങ്ങോട്ട് സെർച്ചിങ്ങിൽ നിന്നും ഇനി ഒഴിവാക്കാനായിട്ട് പറ്റും. സോ വി ഹാവ് ടു അപ്ഡേറ്റ് വിച്ച് വാല്യൂ, ലോവർ ബൗണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ ഈ ഒരു കേസിൽ കറണ്ട് പുതിയ ലോവർ ബൗണ്ട് എന്തായിരിക്കും, മിഡ് പ്ലസ് 1, ദാറ്റ് ഈസ് 5 വിൽ ബി ദ ന്യൂ ലോവർ ബൗണ്ട്. 5 ആയിരിക്കും പുതിയ ലോവർ ബൗണ്ട് എന്ന് പറയുന്നത്. അപ്പർ ബൗണ്ട് 8 തന്നെ ആയിരിക്കും. ഇനി എന്ത് ചെയ്യണം, പുതിയ മിഡ് നമ്മൾ കണ്ടുപിടിക്കുന്നു. മിഡ് ഈക്വൽ ടു 5 പ്ലസ് 8/2, 13 വരും അല്ലെ. 13/2, 13/2 എന്ന് പറയുമ്പോൾ അഗെയിൻ 6 വരും അല്ലെ. 5 പ്ലസ് 8/2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 13 ആണ്. ഇനി 13/2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6 ആണ്, ഇൻറ്റീജർ ഡിവിഷൻ ആണ്. സോ അവർ ന്യൂ മിഡ് ഇസ് 6 ആണ് നമ്മുടെ ഈ പുതിയ മിഡ് എന്ന് പറയുന്നത്. ഇനി എ ഓഫ് മിഡ് എന്താ വരിക, എ ഓഫ് മിഡ് എന്ന് പറയുന്നത് 6ൽ എന്ത് വാല്യൂ ഉള്ളത്, 50 ആണ്. സോ 50 ഈസ് ലെസ് ദാൻ കീ അല്ലെ. എ ഓഫ് മിഡ് ഈസ് ലെസ് ദാൻ കീ. അപ്പോൾ എന്ത് ചെയ്യണം, എഗെയിൻ നമ്മുടെ ഏരിയ ഓഫ് സെർച്ചിങ് നമ്മൾ ലിമിറ്റ് ചെയ്യാൻ പോവാണ്. അതായത് ഇപ്പോഴത്തെ ലോവർ മുതൽ ഇപ്പോഴത്തെ മിഡ് വരെയുള്ള പൊസിഷൻസിൽ എന്തായാലും നമുക്ക് 56 എന്ന് പറയുന്ന എലിമെന്റിനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. പ്രോബബിലിറ്റി വിൽ ബി 0. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, എഗെയിൻ നമ്മുടെ ലോവർ ബൗണ്ടും അപ്പർ ബൗണ്ട്, ലോവർ ബൗണ്ട് നമ്മൾ മാറ്റം വരുത്തേണ്ട ആവശ്യമുണ്ട് അല്ലെ. ഇപ്പോഴത്തെ മിഡ് എന്താണ്, 6 ആണ്. അപ്പോൾ 6 + 1 ആക്കി നമ്മുടെ ലോവർ ബൗണ്ടിനെ നമ്മൾ വീണ്ടും മാറ്റുന്നു. സോ അവർ ന്യൂ ലോവർ ബൗണ്ട് ഇസ് 7. മനസ്സിലാവുന്നില്ലേ എല്ലാവർക്കും? ഡൗട്ട് ഉള്ളവരെ പേഴ്സണലി എൻ്റെ അടുത്ത് ചോദിക്കണം. ഇനി അപ്പോൾ നമ്മൾ പുതിയ ലോവർ ബൗണ്ടും പുതിയ അപ്പർ ബൗണ്ടും, പുതിയ അപ്പർ ബൗണ്ട് അല്ല, പുതിയ മിഡ് വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുകയാണ്. ഇപ്പോഴത്തെ ലോവർ ബൗണ്ട് എന്താണ്, 7 ആണ്. ഇപ്പോഴത്തെ അപ്പർ ബൗണ്ട് എന്താണ്, 8 ആണ്. 7 + 8/2 വരും. സോ 15 വരും. 15/2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 7 ആണ്. സോ നമ്മുടെ മിഡ് എന്ന് പറയുന്നത് 7 ആണ്. മിഡ് എന്ന് പറയുന്നതും 7 ആണ്, ലോവർ എന്ന് പറയുന്നതും 7 ആണ്. ദിസ് ഈസ് ദ മിഡ് ആൻഡ് ദിസ് ഈസ് ദ ലോവർ 2. ഇനി നമുക്ക് എന്ത് ചെയ്യണം, എ ഓഫ് മിഡ്, എ ഓഫ് മിഡ് എന്ന് പറയുന്നത് എന്താണ്, 56 ആണ്. സോ നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ നമ്മൾ മീറ്റ് ചെയ്ത് കഴിഞ്ഞു. ദാറ്റ് ഈസ് എ ഓഫ് മിഡ് ഈക്വൽ ടു കീ ആയി. കണ്ടോ, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ, അതായത് ലാസ്റ്റ് ആ കറക്റ്റ് എലമെന്റിൽ നമ്മൾ റീച്ച് ചെയ്യുമ്പോൾ എ ഓഫ് മിഡ് ഈക്വൽ ടു കീ എന്ന് പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അങ്ങനെയാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ആ എലമെന്റ് ആ ഒരു അറേക്കകത്ത് പ്രസന്റ് ആണ് എന്ന് പറയാനും. ആ എലമെന്റിന്റെ പൊസിഷൻ അപ്പോൾ എന്തായിരിക്കും, 56ന്റെ പൊസിഷൻ എന്തായിരിക്കും, 7 ആയിരിക്കും അല്ലെ. അപ്പൊ അതെങ്ങനെ നമുക്ക് എടുക്കാം, ഈ 7 എന്ന് പറയുന്ന വാല്യൂ ഏതിലാണുള്ളത്, മിഡിലുണ്ട്. മിഡ് ഈക്വൽ ടു 7 ആണ്. സോ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ മിഡ് എന്ന് പറയുന്ന വാല്യൂ റിട്ടേൺ ചെയ്താൽ മതി. നമ്മൾ ഇനി ഇതിന്റെ അൽഗോരിതം എഴുതുമ്പോൾ ഈ കണ്ടീഷൻസ് ഇങ്ങനെയൊക്കെ പറയും. അതിന്റെ കൂടെ നമ്മൾ ഒരു വേരിയബിളും കൂടെ യൂസ് ചെയ്യും, ഫൗണ്ട്. അതായത് ഏറ്റവും ആദ്യം ഇനീഷ്യലി ഫൗണ്ട് ഈക്വൽ ടു 0 ആക്കി നമ്മൾ വെക്കും അല്ലെ. 0 എന്ന് പറയുന്നത് ഒരു ബൂളിയൻ വേരിയബിൾ ആയിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാം. 0ന്റെ മീൻസ് ഫാൾസ് ആണ്, 1 മീൻസ് ട്രൂ. അപ്പോൾ ഏറ്റവും ആദ്യം ഫൗണ്ട് ഈക്വൽ ടു 0, ദാറ്റ് മീൻസ് നമുക്ക് ആ ഒരു എലമെന്റ് നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല, അറേ എലമെന്റ് ഈ അറേക്കകത്ത് ഇല്ല. ഇനി എപ്പോഴാണോ എ ഓഫ് മിഡ് ഈക്വൽ ടു കീ വരുന്നത്, അപ്പോൾ എന്ത് ചെയ്യണം, ഫൗണ്ടിന്റെ വാല്യൂ നമ്മൾ 1 ആക്കി മാറ്റണം. ദാറ്റ് മീൻസ് വി ഹാവ് ഫൗണ്ട് ദാറ്റ് എലമെന്റ്. അങ്ങനെ ഫൗണ്ട് ഈക്വൽ ടു 1 വരുമ്പോൾ റിട്ടേൺ മിഡ്. ഓക്കെ, അപ്പോൾ അൽഗോരിതമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെയാണ് വരിക. ഇനി എനിക്ക് ഈ ഒരു അറേക്കകത്ത് 10 എന്ന് പറയുന്ന എലമെന്റ് ഉണ്ടോ എന്നാണ് എനിക്ക് സെർച്ച് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. അപ്പോൾ ഏറ്റവും ആദ്യം എന്ത് കണ്ടുപിടിക്കും, ഞാൻ ഈ അറേയുടെ മിഡ് കണ്ടുപിടിക്കും. നമ്മൾ ഏറ്റവും ആദ്യം ചെയ്തപ്പോൾ മിഡ് ഏതായിരുന്നു, 0, 8, 4 ആയിരുന്നു മിഡ്. അപ്പോൾ 0ക്കും 4നും അല്ലെ നമുക്ക് സെർച്ച് ചെയ്യേണ്ട എലമെന്റ് 10 ആണെന്ന് വിചാരിക്കുക. 10 എന്ന് പറയുന്നത് എന്തായാലും എ ഓഫ് മിഡ്, അതായത് 28നും ചെറുതാണ്. സോ 0 മുതൽ 4 വരെയുള്ള പോർഷൻസിലായിരിക്കും അതുണ്ടാവുക. സോ നമ്മൾ അപ്പർ ബൗണ്ട് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അപ്പർ ബൗണ്ട് 3ൽ വരും. അപ്പോൾ പുതിയ അപ്പർ ബൗണ്ട് എന്ന് പറയുന്നത് 3 വരും. അപ്പോൾ 0 + 3/2 ചെയ്യുമ്പോൾ നമുക്ക് 3/2 വരും. 3/2ൽ 1 വരും. സോ നമ്മുടെ പുതിയ മിഡ് എന്ന് പറയുന്നത് 1 ആവും. അപ്പോൾ മിഡിനേക്കാളും
വലുതായിരിക്കും നമുക്ക് കണ്ടുപിടിക്കേണ്ട എലമെന്റ് 10 അല്ലെ. അപ്പോൾ 8നും 12നും ഇടയിലായിരിക്കും നമ്മുടെ എലമെന്റ് വരിക. സോ നമുക്ക് അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു എലമെന്റ് ഇല്ല അല്ലെ. എ ഓഫ് മിഡ് ഈക്വൽ ടു കീ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ നമ്മുടെ ആ ഒരു കേസിൽ വരാൻ സാധ്യതയില്ല. അപ്പം അങ്ങനത്തെ സിറ്റുവേഷനിൽ ഫൗണ്ടിന്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും? 0 തന്നെയായിരിക്കും. അങ്ങനെ ഈ 3 കേസുകളും ചെക്ക് ചെയ്ത് നമ്മുടെ ലോവർ ബൗണ്ട് അപ്പർ ബൗണ്ട് റീച്ച് ചെയ്യുന്നത് വരെ അല്ലെ നമുക്ക് അറേയുടെ സൈസ് ഇപ്പോൾ 0 ആണ് ലോവർ ബൗണ്ട്, 8 ആണ് നമ്മുടെ അപ്പർ ബൗണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ ഏറ്റവും ആദ്യം ചെക്ക് ചെയ്യുന്ന കണ്ടീഷൻ എന്തായിരിക്കണം? ലോവർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു അപ്പർ ആയിരിക്കണം അല്ലേ. ലോവറും അപ്പറും നമ്മൾ ഷ്രിങ്ക് ചെയ്ത് അല്ലെങ്കിൽ ഏരിയ കുറച്ച് വരുന്നതിനനുസരിച്ച് ലോവർ ബൗണ്ടും അപ്പർ ബൗണ്ടും അപ്ഡേറ്റഡ് ആവും. അങ്ങനെ മാറി ലോവർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു അപ്പർ ആകുന്നത് വരെ മാത്രമേ നമുക്ക് സെർച്ചിങ് കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ ലോവർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലെങ്കിൽ ലോവർ ഗ്രേറ്റർ ദാൻ അപ്പർ ആയി അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷനിൽ മിസ്മാച്ച് വരികയും ഫൗണ്ട് ഈക്വൽ ടു 0 തന്നെ ആവുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്യാം ദാറ്റ് എലമെന്റ് ഇസ് നോട്ട് പ്രസന്റ് ഇൻ ദ അറേ. അപ്പം അങ്ങനെയാണ് നമ്മൾ ബൈനറി സെർച്ച് ചെയ്യുന്നത്. അതിൻ്റെ അൽഗോരിതം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. അൽഗോരിതം വളരെ സിമ്പിൾ തന്നെയാണ്. ഈ ഒരു ലോജിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ എളുപ്പമായിട്ട് നമുക്ക് അൽഗോരിതം പഠിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അൽഗോരിതത്തിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും? സ്റ്റാർട്ട് ആയിരിക്കും. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റോപ്പ് ആയിരിക്കും. ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റോപ്പ് ആയിരിക്കും. അതുകൊണ്ട് ഞാൻ ആ 2 സ്റ്റെപ്പുകളും എഴുതണില്ല. ബാക്കിയുള്ള സ്റ്റെപ്സ് ആണ് ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ബൈനറി സെർച്ച് എന്ന് പറയുന്ന അൽഗോരിതത്തിന്റെ ഇൻപുട്ട് എന്തായിരിക്കും? എ എന്ന് പറയുന്ന ഒരു അറേ അല്ലെ, ഒരു സോർട്ടഡ് അറേ. ദെൻ നമുക്ക് സെർച്ച് ചെയ്യേണ്ട ഒരു എലമെന്റ്, അതിന് നമ്മൾ പറയുന്ന വേർഡാണ് കീ. ഇനി ആ അറേയിലെ സൈസ്, ഇത്രയും കാര്യങ്ങളായിരിക്കും ബൈനറി സെർച്ചിന്റെ ഇൻപുട്ടായിട്ട് നമ്മൾ കൊടുക്കുന്നത്. സ്റ്റെപ്പ് 1 സ്റ്റാർട്ട് ആയിരിക്കും. ഇനി സ്റ്റെപ്പ് 2 നമ്മൾ എന്താ ചെയ്യുന്നത്? സെറ്റ് ലോവർ ഈക്വൽ ടു 0, അപ്പർ ഈക്വൽ ടു സൈസ് -1 ആൻഡ് നമ്മൾ പറഞ്ഞ മൂന്നാമത്തെ വേരിയബിള് ഫൗണ്ട് ഈക്വൽ ടു 0. ഇനീഷ്യലി നമ്മളൊന്നും മീൻസ് നമ്മുടെ എലമെന്റ് അതിനകത്ത് ഇല്ല എന്ന് നമ്മൾ അസ്യൂം ചെയ്യാണ്. ഇനി സ്റ്റെപ്പ് 3 നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിപ്പീറ്റ് സ്റ്റെപ്പ് 4 to 13 വൈൽ ഏറ്റവും ആദ്യത്തെ കണ്ടീഷൻ എന്തായിരിക്കണം? ഫൗണ്ട് ഈക്വൽ ടു 0 ആൻഡ് ലോവർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു അപ്പർ. ഈ 2 കണ്ടീഷൻസുമാണ് നമുക്ക് വൈൽ ലൂപ്പിനകത്ത് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ. ഇനി 4ാമത്തെ സ്റ്റെപ്പ്, ആദ്യം ഈ കണ്ടീഷൻ ഓക്കെ ആണോ നോക്കുക. ഫൗണ്ടിന്റെ വാല്യൂ 0 ആണോ? ആണ്. ലോവർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു അപ്പർ ആണോ? ആണ്. അങ്ങനെയാണെങ്കിൽ 4th സ്റ്റെപ്പിലേക്ക് കടക്കുക. 4 മുതൽ 13 വരെയുള്ള സ്റ്റെപ്സ് റിപ്പീറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ 4ാമത്തെ സ്റ്റെപ്പിൽ എന്താ ചെയ്യുന്നത്? നമ്മൾ ഏറ്റവും ആദ്യം ലോവർ ബൗണ്ടും അപ്പർ ബൗണ്ടും കിട്ടിക്കഴിഞ്ഞാൽ മിഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. മിഡ് ഈക്വൽ ടു ലോവർ പ്ലസ് അപ്പർ ബൈ 2. നമ്മൾ ഇങ്ങനെയാണ് എഴുതുന്നത്. കാരണം എന്താ? നമ്മൾ ഇതിൽ 5/2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്തത്? 5/2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മൾ ഇൻറ്റീജർ ഡിവിഷനിൽ എടുത്തപ്പോൾ അത് 2 ആയിട്ട് എടുത്തു അല്ലെ. ശരിക്കും 5/2ന്റെ വാല്യൂ എന്താ? 2.5 ആണ്. നമ്മളിത് റൗണ്ട് ചെയ്ത് 3 എഴുതുകയല്ലല്ലോ ചെയ്തേ, നമ്മളതിനെ കട്ട് ഓഫ് ചെയ്ത് 2 ആക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു L ഷേപ്പിൽ നമ്മൾ ഇതിനെ എഴുതിയത്. നേരെ മറിച്ച് 2.5നെ നമ്മൾ റൗണ്ട് ചെയ്ത് 3 ആക്കുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇങ്ങനെ നമ്മൾ എഴുതി. അപ്പോൾ മിഡ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി എന്ത് ചെയ്യണം? നമ്മുടെ 3 കേസുകൾ നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ അത് സ്റ്റെപ്പ് 5 നമുക്ക് 1ാമത്തെ കണ്ടീഷൻ ചെക്ക് ചെയ്യാം. ഇഫ് A of mid equal to key, then എന്താ ചെയ്യേണ്ടത്? സ്റ്റെപ്പ് 6 പ്രിന്റ് സെർച്ച് സക്സസ്ഫുൾ അല്ലെ. സെർച്ച് സക്സസ്ഫുൾ എന്ന് കൊടുത്തു. അതിനുശേഷം എന്ത് ചെയ്യണം? ഏത് പൊസിഷനിലാണോ എലമെന്റ് ഉള്ളത് അത് റിട്ടേൺ ചെയ്യണം. പൊസിഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? മിഡ് ആയിരിക്കും. അതിനു മുമ്പ് നമ്മുടെ ഈ ഒരു വേരിയബിള് ഫൗണ്ട് ഈക്വൽ ടു 0 എന്ന് പറയുന്ന വേരിയബിള് ഫൗണ്ട് ഈക്വൽ ടു 1 ആക്കി മാറ്റണം. ദെൻ നമുക്ക് എന്ത് ചെയ്യാം? റിട്ടേൺ മിഡ് ചെയ്യാം. ഓക്കെ. അപ്പൊ ഇത് 1ാമത്തെ കേസിന്റെയാണ് പറയുന്നത്. എ ഓഫ് മിഡ് ഈക്വൽ ടു കീ ആണെന്നുണ്ടെങ്കിൽ സെർച്ച് സക്സസ്ഫുൾ എന്ന് പറയുന്ന മെസ്സേജ് വരും. ഫൗണ്ട് ഈക്വൽ ടു 1 ആവും. റിട്ടേൺ മിഡ് ചെയ്യും. ഇനി
ഇനി ഫൗണ്ട് ഈക്വൽ ടു 1 വന്നില്ലേ, ഇനി എന്താ ചെയ്യേണ്ടത്? വീണ്ടും നമ്മൾ ഈ കണ്ടീഷൻസ് നോക്കും അല്ലേ. ഫൗണ്ട് ഈക്വൽ ടു 0 ആൻഡ് ലോവർ ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു അപ്പർ. അതിൽ ലോവർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു അപ്പർ എന്ന് പറയുന്ന കണ്ടീഷൻ ട്രൂ ആണ്. പക്ഷേ ഫൗണ്ടിന്റെ വാല്യൂ ഇപ്പോൾ എത്രയാണ്? 1 ആണ്. സോ നമ്മൾ 4 തൊട്ട് 13 വരെയുള്ള സ്റ്റെപ്സ് റിപ്പീറ്റ് ചെയ്യില്ല. ഓക്കെ, ഇനി ഫൗണ്ട് ഈക്വൽ ടു 1 ആയി, റിട്ടേൺ മിഡ് ആയി. ഇനി നമ്മൾ അടുത്ത കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ഇതിപ്പോൾ ഇഫ് ലൂപ്പിലല്ലേ നമ്മൾ എഴുതിയിരിക്കുന്നത്. ഇഫ് ആണെന്നുണ്ടെങ്കിൽ അടുത്തത് എന്തായിരിക്കും? എൽസ് ആയിരിക്കും. പക്ഷെ നമുക്കിനി ബാക്കി 2 കണ്ടീഷൻസും കൂടെ ചെക്ക് ചെയ്യാനുണ്ട്. സോ നമ്മൾ എൽസിന് പകരം എൽസിഫ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഇഫ് എൽസിഫ് ലാഡർ ഒക്കെ ഉണ്ടല്ലോ, അതുപോലെ. അപ്പോൾ ഞാൻ ഇതിന്റെ കണ്ടിന്യൂഷൻ മാച്ച് ചെയ്തതാണ് കേട്ടോ. ഇനി സ്റ്റെപ്പ് 8 ആണ്. ഇനി അടുത്തത് സ്റ്റെപ്പ് 9. സ്റ്റെപ്പ് 9ൽ എന്ത് വരും? എൽസ് ഇഫ് എൽസ്. അടുത്ത കണ്ടീഷൻ എന്താണ്? എ ഓഫ് മിഡ് ഗ്രേറ്റർ ദാൻ കീ ആണെന്ന് വിചാരിക്കാം. എ ഓഫ് മിഡ് ഗ്രേറ്റർ ദാൻ കീ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എന്താണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത്? അപ്പർ ബൗണ്ട് ആണ് അല്ലെ. സ്റ്റെപ്പ് 10ൽ എന്ത് ചെയ്യണം? സെറ്റ് അപ്പർ ഈക്വൽ ടു മിഡ് -1. ഇനി സ്റ്റെപ്പ് 11 എന്താണ് വേണ്ടത്? ഇപ്പൊ ഇഫ് കഴിഞ്ഞു, എൽസ് ഇഫ് കഴിഞ്ഞു, ഇനി ലാസ്റ്റ് ഒരെണ്ണം കൂടെ ഉള്ളൂ. ഇനി ലാസ്റ്റത്തെ ഇപ്പൊ എ ഓഫ് മിഡ് ഈക്വൽ ടു കീ. അപ്പൊ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞു. ഇഫ് എ ഓഫ് മിഡ് ഗ്രേറ്റർ ദാൻ കീ ആണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അടുത്ത കേസ് എന്തായിരിക്കും? എ ഓഫ് മിഡും ഗ്രേറ്റർ ദാൻ കീ ഫോൾസ് ആവുകയാണെങ്കിൽ ലാസ്റ്റ് കേസ് ആയിരിക്കും ട്രൂ. അതായത് എ ഓഫ് മിഡ് വിൽ ബി ലെസ് ദാൻ കീ. അപ്പോൾ നമ്മളത് ഇഫ് എ ഓഫ് മിഡ് എന്ന് വീണ്ടും എഴുതി കൊടുക്കണില്ല. ഇതും കൂടെ ഫാൾസ് ആണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് കണ്ടീഷൻ ഓൾറെഡി ട്രൂ ആയിരിക്കും. സോ അപ്പോൾ അവിടെ എന്ത് ചെയ്യണമെന്ന് മാത്രമേ നമ്മൾ എഴുതി കൊടുക്കുന്നുള്ളൂ. എൽസ് സ്റ്റെപ്പ് 12ൽ എന്താ ചെയ്യേണ്ടി വരിക? ലോവർ ബൗണ്ട് ഈക്വൽ ടു മിഡ് +1. ഇനി സ്റ്റെപ്പ് 13ൽ എൻഡ് നമ്മുടെ ആ ഒരു ഇഫ് നമുക്ക് അവസാനിപ്പിക്കാനായിട്ട് പറ്റും. അപ്പോൾ 4 തൊട്ട് 13 വരെയുള്ള സ്റ്റെപ്സ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞു. 4 തൊട്ട് 13 വരെയുള്ളതിൽ ആ 3 കേസുകൾ നമ്മൾ ചെക്ക് ചെയ്തു. അതിൽ ഓരോ കേസും ട്രൂ ആണെങ്കിലും എന്താണ് ചെയ്യേണ്ടത്, എന്താണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി 13 സ്റ്റെപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് 14 എന്ന് പറയുന്ന സ്റ്റെപ്പ് നോക്കാം. ഇതിൽ എ ഓഫ് മിഡ് ഈക്വൽ ടു കീ ആണെങ്കിൽ മാത്രമേ ഒരു മെസ്സേജ് പ്രിന്റ് ചെയ്യാനും മിഡ് അല്ല അതിന്റെ പൊസിഷൻ റിട്ടേൺ ചെയ്യാനും നമ്മൾ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ബാക്കിയുള്ള 2 കേസിൽ നമ്മളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ എന്താ ചെയ്യേണ്ടത്? 14 എന്ന് പറയുന്ന സ്റ്റെപ്പില് ഇഫ് ഫൗണ്ട് ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ അല്ലെ, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടും ലാസ്റ്റ് ഫൗണ്ട് ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ എന്താണ് മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്? സ്റ്റെപ്പ് 15ൽ എന്താ ചെയ്യേണ്ടത്? ഫൗണ്ട് ഈക്വൽ ടു അഗെയിൻ 0 ആണെന്നുണ്ടെങ്കിൽ പ്രിന്റ് അൺസക്സസ്ഫുൾ സെർച്ച് അല്ലെങ്കിൽ സെർച്ച് അൺസക്സസ്ഫുൾ എന്ന് പറയുന്ന ഒരു മെസ്സേജ് റിട്ടേൺ ഡിസ്പ്ലേ ചെയ്യാം. ദെൻ ആ ഒരു കേസിൽ 16th സ്റ്റെപ്പിൽ റിട്ടേൺ -1. ഇനി സ്റ്റെപ്പ് 17ൽ ഈ ഇഫ് ലൂപ്പ് നമ്മൾ അവസാനിപ്പിക്കുന്നു. എൻഡ് ഇഫ്. സ്റ്റെപ്പ് 18ൽ സ്റ്റോപ്പ്. ഇങ്ങനെ ഒരു ലാസ്റ്റ് ഒരു 18 സ്റ്റെപ്പുള്ള ഒരു അൽഗോരിതമാണ് ബൈനറി സെർച്ചിൽ വരുന്നത്, വിച്ച് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നിങ്ങൾ സംശയമുള്ളവർ ഇപ്പോൾ ഞാൻ ഏറ്റവും ആദ്യം ചെയ്ത പോലെ തന്നെ 2 or 3 എക്സാമ്പിൾസ് എടുത്തിട്ട് എങ്ങനെയാണ് ഓരോ കേസിനനുസരിച്ച് ലോവർ ബൗണ്ടും അപ്പർ ബൗണ്ടും അപ്ഡേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഉറപ്പാക്കുക. അതിനുശേഷം അൽഗോരിതം പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇത്രയാണ് ബൈനറി സെർച്ച് എന്ന് പറയുന്ന ടെക്നിക്കിലുള്ളത്. ഇങ്ങനെയാണ് നമ്മൾ സാധാരണ രീതിയിൽ ബൈനറി സെർച്ചിങ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.